പ്രപഞ്ചത്തെ സംബന്ധിച്ചും അന്യഗ്രഹ ജീവികളെ സംബന്ധിച്ചുമൊക്കെ ഒട്ടേറെ ഭാവനാസമ്പുഷ്ടമായ കഥകൾ പണ്ട് മുതലേ പ്രചാരത്തിലുണ്ട്. ഇന്റർനെറ്റിലൊക്കെ പോയാൽ അത്തരം കഥകൾ ഒരുപാട് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ മറ്റൊരു ഗ്രഹത്തിൽ ജീവനുണ്ട്, അവിടെ പോകാൻ സാധ്യമാണ് എന്ന് വിശ്വസിച്ച് ആണ് അരുണാചൽ പ്രദേശിൽ 3 മലയാളികൾ ജീവനൊടുക്കിയതെന്നാണ് പോലീസ് ഇപ്പോൾ കരുതുന്നത്. അത് തെളിയിക്കുന്ന ചില രേഖകൾ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. മരിച്ച ആര്യയുടെ ലാപ്ടോപ്പിൽ നിന്ന് ഒരു പുസ്തകത്തിൻ്റെ കോപ്പിയാണ് പോലീസ് കണ്ടെടുത്തിരിക്കുന്നത്. ഇത് ഡാർക്ക് നെറ്റിൽ നിന്ന് ലഭിച്ചതാണെന്നാണ് കരുതുന്നത്. ഇതിൽ അന്യഗ്രഹ ജീവികളെ സംബന്ധിച്ചും ഭൂമിക്ക് പുറത്തുള്ള മനുഷ്യവാസം സാധ്യമായ ഗ്രഹങ്ങളെ സംബന്ധിച്ചുമുള്ള ഒട്ടേറെ വിവരങ്ങളാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. ആൻഡ്രോമേഡ എന്ന ഗാലക്സി, അത് മിൽക്കി വേക്ക് സമീപമുള്ള ഒരു ഗാലക്സിയാണ്. അവിടെ മനുഷ്യൻ താമസിക്കുന്ന ഒരുപാട് ഗ്രഹങ്ങൾ ഉണ്ട് എന്നാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. മാത്രമല്ല, ഭൂമിയിൽ മനുഷ്യനുണ്ടായത് ഇവിടെ ഉണ്ടായ പരിണാമത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, കോടിക്കണക്കിന് വർഷങ്ങൾ മുമ്പ് തന്നെ മറ്റ് ഗ്രഹങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ ഇവിടെ വന്ന് അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഭൂമിയിൽ മനുഷ്യരുണ്ടായത്. അതിനൊപ്പം തന്നെ ഭൂമിയിൽ ഒരു ജീവജാലങ്ങളും വംശനാശം സംഭവിച്ചിട്ടില്ല. ദിനോസറുകളെ അടക്കം ഇവിടെ നിന്ന് മറ്റ് ഗ്രഹങ്ങളിലേക്ക് മാറ്റിയതാണെന്നൊക്കെ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതിനൊപ്പം തന്നെ എങ്ങനെയാണ് അന്യഗ്രഹ ജീവികൾ ഭൂമിയിലേക്ക് വരുന്നത് എന്ന് സംബന്ധിച്ചും ചില രസകരമായ വിവരണങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. പ്രത്യേകിച്ച് ഒരു സ്ട്രോയുടെ അകത്തുകൂടി യാത്ര ചെയ്താൽ അതിന് 2 എൻ പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ ആ സ്ട്രോയുടെ ഉള്ളിലൂടെ പോകുമ്പോൾ ഒരുപാട് സമയമെടുക്കും. അത് ആ രണ്ട് തലകളും കൂട്ടിമുട്ടിച്ചാൽ പെട്ടെന്ന് തന്നെ അതിനുള്ളിലേക്കുള്ള യാത്ര എളുപ്പമാകും. അപ്പോൾ അങ്ങനെയുള്ള രീതി അല്ലെങ്കിൽ ടെക്നോളജി അവലംബിച്ചിട്ടാണ് ഈ ഏലിയൻസ് ഭൂമിയിലേക്ക് വരുന്നതെന്നാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. അതിനൊപ്പം തന്നെ 58ഓളം തരത്തിലുള്ള ഏലിയൻസ് ഭൂമിയിൽ വന്നും പോയും ഇരിക്കുന്നു എന്നൊക്കെ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ വിചിത്രമായ കുറേ വിവരണങ്ങൾ ഈ ഏലിയൻസിനെ സംബന്ധിച്ച് ഈ പുസ്തകത്തിൽ പറയുന്നു. ചന്ദ്രനിൽ ഏലിയൻസിൻ്റെ സ്റ്റേഷനുകൾ ഉണ്ട്, അവിടെ ഖനനം നൂറ്റാണ്ടുകളായി നടക്കുന്നുണ്ട് എന്നൊക്കെ ഈ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. അപ്പോൾ ഈ കഥകളെല്ലാം വിശ്വസിച്ചുകൊണ്ടാണ് ഈ 3 പേരും, നവീനും ഭാര്യ ദേവിയും സുഹൃത്ത് ആര്യയും അരുണാചൽ പ്രദേശിൽ പോയി ജീവനൊടുക്കിയത് എന്നുള്ളൊരു കണ്ടെത്തലിലാണ് പോലീസ് ഇപ്പോഴുള്ളത്. അപ്പോൾ ഈ സങ്കല്പത്തിലേക്ക് ഇവരെ നയിച്ചതിന് പിന്നിൽ ഏതെങ്കിലും ഗ്രൂപ്പുകളുണ്ടോ എന്നൊക്കെയാണ് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. ഇപ്പോൾ ഈ ലാപ്ടോപ്പിൽ നിന്ന് കണ്ടെടുത്ത രേഖ അടക്കമുള്ള കാര്യങ്ങൾ ഇവർക്ക് എവിടെ നിന്നാണ് ലഭിച്ചത്? അത് നവീൻ വഴിയാണെന്നാണ് പോലീസ് ഇപ്പോൾ കരുതുന്നത്. അപ്പോൾ നവീൻ എവിടെ നിന്നാണ് ഇത് സംഘടിപ്പിച്ചത് എന്നൊക്കെയുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. ഏതായാലും ഇത് സംബന്ധിച്ച് വിശദമായ ഒരു അന്വേഷണത്തിന് വേണ്ടി തിരുവനന്തപുരം സിറ്റി പോലീസും ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകിയിട്ടുണ്ട്. കന്റോൺമെന്റ് ASCയുടെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണ സംഘം പ്രവർത്തിക്കുക.